ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യുന്നത് കുറഞ്ഞ ചെലവിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചോക്ലേറ്റ് ക്രീം കേക്കാണ്. സ്റ്റീംഡ് കേക്കാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് കേക്ക് സ്റ്റീം ചെയ്യാനുള്ള പാനിലേക്ക് ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുത്തിട്ട് അതിന് താഴെയായി നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അടച്ചു വെച്ചിട്ട് നമുക്ക് ഈ വെള്ളം ചൂടാകാൻ വേണ്ടിയിട്ട് വെക്കാം. കേക്ക് ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിംഗ് ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.25 കപ്പ് മൈദ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. പിന്നീട് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. പഞ്ചസാര പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഇനി 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പൊ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. ഇനി ഇതിലേക്ക് 1/3 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. പിന്നെ 1/2 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി 1 ടീസ്പൂൺ വനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു വിസ്ക് അല്ലെങ്കിൽ സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. ഇത് മിക്സ് ആക്കി കഴിഞ്ഞാൽ 1/2 കപ്പ് ചൂടുവെള്ളം എടുക്കുക. എന്നിട്ട് അതിൽ 1 ടീസ്പൂൺ ഇൻസ്റ്റന്റ് കോഫി പൗഡർ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ബാറ്റർ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനു വേണ്ടിയിട്ട് 6 ഇഞ്ചിന്റെ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. ബബിൾസ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു അലൂമിനിയം ഫോയിൽ ഉപയോഗിച്ചിട്ട് ഈ കേക്ക് ടിന്ന് നന്നായിട്ടൊന്ന് കവർ ചെയ്യാം. അലുമിനിയം ഫോയിലിന് പകരം നല്ലൊരു അടപ്പ് വെച്ചിട്ട് അടച്ചാലും മതി. ഇനി ഇത് സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് പാനിലേക്ക് വെച്ച് കൊടുക്കാം. പാൻ അടച്ചു വെച്ച് ഒരു 50 മിനിറ്റ് ഇത് സ്റ്റീം ചെയ്യാൻ വേണ്ടി വെക്കുകയാണ്. ഒരു 15 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിടാം. പിന്നെ അത് ലോ ഫ്ലെയിമിലാക്കിയാൽ മതി. അപ്പോൾ ഈ 50 മിനിറ്റിന് മുമ്പായിട്ട് പാന് തുറന്ന് നോക്കരുത്. വെള്ളം വറ്റുന്നതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പാനിൻ്റെ അടപ്പിന് ഹോൾ ഉണ്ടെങ്കിൽ അതൊന്ന് അടച്ചു കൊടുക്കണം. ഇപ്പം നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. 50 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയിട്ട് കേക്കിൻ്റെ നടുഭാഗത്ത് ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ടൊന്ന് കുത്തി നോക്കാം. ഇതിൽ ബാറ്ററി പിടിക്കുന്നുണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റ് കൂടി കേക്ക് കൂടുതലായിട്ട് സ്റ്റീം ചെയ്യാൻ വെക്കണം. കേക്ക് ടിന്നിൽ നിന്ന് മാറ്റുകയാണ്. എന്നിട്ട് ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കണം. അടുത്തതായിട്ട് ഈ കേക്കിന് വേണ്ട ക്രീം ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. പിന്നെ 3 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ വനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂണിന് താഴെ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നീട് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ 1 കപ്പ് പാല് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് സ്റ്റൗവിന് മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് തിക്കായി വരുന്നവരെ മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതുപോലെ കുറച്ചൊന്ന് കട്ടിയായി വന്നാൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിലാക്കിയിട്ട് ക്രീം നല്ല കട്ടിയാവുന്ന വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പം ഈ ചോക്ലേറ്റ് ക്രീം അത്യാവശ്യം നന്നായി കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നല്ല കട്ടിയായി വന്നാൽ നമുക്ക് ഈ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഈ ക്രീം ഒരു ക്ലിംഗ് ഫിലിം ഉപയോഗിച്ചിട്ട് ഇതുപോലെ കവർ ചെയ്ത് വെക്കണം. എന്നിട്ട് ഇത് ചൂടാറാനായിട്ട് വെക്കാം. ഇപ്പം ഇത് നന്നായി ചൂടാറിയിട്ടുണ്ട്. ഇനി ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ക്രീം നല്ല തിക്കാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ വിസ്ക് കൊണ്ടൊന്ന് അടിച്ചെടുത്താൽ മതി. ക്രീം നമുക്ക് ഈ കേക്കിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സ്പാച്ചിൽ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഈ ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിൽ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നല്ല സോഫ്റ്റ് ആൻഡ് മോയിസ്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് ക്രീം കേക്കാണിത്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ.
വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.